നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് മലയോരത്തെ ചൊക്കന, നായാട്ടുകുണ്ട് ഗ്രാമങ്ങളിലും കാരിക്കടവ് ആദിവാസി നഗറിലുമുള്ള കുടുംബങ്ങൾ കഴിഞ്ഞ രാത്രി ഇരുട്ടിലായി. കല്ലൂർ ആലേങ്ങാട് പ്രദേശത്തെ ചെറു റോഡുകൾ സഞ്ചരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലായതിനാൽ പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാർ രംഗത്ത്. തൃക്കൂർ പഞ്ചായത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ തൃക്കൂർ സർവോദയ സ്കൂളിനും അനുമോദനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിച്ചു. ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ മുൻ ശാസ്ത്രജ്ഞൻ MP രാജൻ ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ NSS കരയോഗം സുവർണ ജൂബിലി ആഘോഷം NSS ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് മലയോരത്തെ ചൊക്കന, നായാട്ടുകുണ്ട് ഗ്രാമങ്ങളിലും കാരിക്കടവ് ആദിവാസി നഗറിലുമുള്ള കുടുംബങ്ങൾ കഴിഞ്ഞ രാത്രി ഇരുട്ടിലായി. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലെ പത്തരക്കുണ്ടിലാണ് ശനിയാഴ്ച രാത്രിയിൽ വൻമരം റോഡിലേക്കും ഇലക്ട്രിക് ലൈനിലേക്കും വീണത്. ഇതേ തുടർന്ന് 11 kV ലൈനിലെ കമ്പികൾ പൊട്ടിവീണു. ഇവിടെയുള്ള സ്വകാര്യ പറമ്പിലെ മരമാണ് റോഡിലേക്ക് വീണത്. ഇതേ തുടർന്ന് തടസ്സപ്പെട്ട വൈദ്യുതി വിതരണം ഞായറാഴ്ച ഉച്ചയോടെയാണ് പുനഃസ്ഥാപിച്ചത്. പത്തരക്കുണ്ട് മുതൽ നായാട്ടുകുണ്ട് പ്ലാവിൻ കയറ്റം വരെ റോഡിനിരുവശത്തുമായി നിരവധി മരങ്ങളാണ് അപകടകരമായ നിലയിൽ ഏത് സമയവും 11 kV ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാന ശല്യമുള്ള ചൊക്കന, കാരിക്കടവ് പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതി ലൈൻ കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണ്. വെള്ളിക്കുളങ്ങര ചൊക്കന 11 kV ലൈനിൽ തടസ്സമുണ്ടായാൽ മുപ്പിളിയിൽ നിന്ന് ചൊക്കനയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സംവിധാനം നിലവിലുണ്ടെങ്കിലും ഇതും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കല്ലൂർ ആലേങ്ങാട് പ്രദേശത്തെ ചെറു റോഡുകൾ സഞ്ചരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലായതിനാൽ പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാർ രംഗത്ത്. പദ്ധതി വിഹിതം 100% ചെലവഴിച്ചെന്ന് തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതി അവകാശപ്പെടുമ്പോൾ ആലേങ്ങാട് പ്രദേശത്തെ റോഡുകൾ മാത്രം നവീകരിക്കാത്തതെന്തേ എന്നാണ് ഡ്രൈവർമാർ ചോദിക്കുന്നത്. പദ്ധതി വിഹിതം 100% ചെലവഴിച്ചെന്ന അവകാശവാദവുമായി തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ പൊള്ളത്തരമെന്ന് ചൂണ്ടിക്കാട്ടി കല്ലൂർ ആലേങ്ങാട് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർ രംഗത്ത്. കല്ലൂർ ആലേങ്ങാട് സെന്ററിൽ സ്ഥാപിച്ച 2 ഫ്ലക്സ് ബോർഡുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഒന്നിൽ 2024-25 വാർഷിക പദ്ധതിയിൽ 100% പദ്ധതി വിഹിതം ചെലവഴിച്ച് മികച്ച നേട്ടം കൈവരിച്ച തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിനന്ദനങ്ങൾ. മറ്റൊന്നിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഓഫ് റോഡ് സൗകര്യമൊരുക്കിയ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഓട്ടോ ഡ്രൈവർമാരുടെ അഭിനന്ദന ട്രോൾ. ഓട്ടോ ഡ്രൈവർമാരുടെ പരാതിയിൽ ഒട്ടും അതിശയോക്തിയില്ല. ആലേങ്ങാട് ഭരത പള്ളി വഴി, ഭരത അമ്പലം വഴി, പീച്ചാമ്പിള്ളി വഴി, മംഗലം തണ്ട് വഴി, അയ്യങ്കോട് വഴി, ആലേങ്ങാട് കോളനി വഴി തുടങ്ങി പഞ്ചായത്തിലെ വിവിധ മേഖലകളിലേക്കുള്ള ഇടറോഡുകൾ മുഴുവൻ പാടെ തകർന്ന നിലയിലാണ്. വലിയ കയറ്റങ്ങളും വളവുകളുമുള്ള ഭരത പ്രദേശത്തെ ഇടറോഡുകളിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമാണ്. ആലേങ്ങാട് സെന്ററിലെ ഓട്ടോ തൊഴിലാളികളാണ് ഇതുമൂലം ഏറെ ദുരിതമനുഭവിക്കുന്നത്. കിട്ടുന്ന വരുമാനം മുഴുവൻ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ട ഗതികേടാണ് ഇവർക്ക്. പദ്ധതി വിഹിതം 100% ചിലവഴിച്ചതായി അവകാശമുന്നയിക്കുന്ന പഞ്ചായത്ത് ഈ റോഡുകളുടെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. തൃക്കൂർ പഞ്ചായത്തിൽ ഇപ്പൊ ഈ കിഴക്കൻ മേഖലയില് ബസ് ഓടുന്ന വഴിയുണ്ട്, പിന്നെ വണ്ടികൾ ഓടുന്ന വഴിയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു റോഡ് പോലും നല്ലതുണ്ടെന്നുള്ള ഇപ്പൊ നിങ്ങൾക്ക് പോയി നോക്കി അറിയാൻ കറക്റ്റ് അറിയാവുന്നതാണ്.
ആഴ്ചയിൽ ഞങ്ങൾ വർഷം മുമ്പ് 5000 6000 ചെലവ് വേണം. ഇവിടെ ഓടെ കിട്ടാൻ വേണം. ഇത്ര ഡീസൽ അടിച്ചിട്ട് ഞങ്ങൾക്ക് 10 പൈസ കുടുംബത്തിൽ കൊണ്ടുപോയില്ല. എല്ലാ പലരും കടയിലും ചോദിച്ചാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മേടിക്കുന്ന കട അവിടെ കാശ് കൊടുക്കാൻ വേണ്ടി ഒക്കെ വർഷാപ്പിൽ കൊണ്ടുകൊടുക്കുക. ഇവരാണെങ്കിൽ പറയുമ്പോൾ ഫണ്ടില്ല എന്ന് പറയുന്നുണ്ട്. 100% ഫണ്ട് ചെലവ് കിട്ടുമെന്നും ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി ഏത് ഫണ്ടാ എന്നുള്ളതെന്ന് വെച്ചാൽ അത് എഴുതണ്ടേ. 100% ചെലവ് കിട്ടാൻ തൃക്കൂർ പഞ്ചായത്താ. വഴികൾ ഒരു വഴി പോലും ഉള്ളതില്ല ഈ കിഴക്കൻ മേഖലയിൽ. ഇവിടുത്തെ വഴികളൊക്കെ ആകെ കുണ്ടുമുഴിയായിട്ട് കിടക്കണ്. വീതി കൂടാതെ കണ്ടും അതുപോലെ മരങ്ങള് വളർന്ന് വലുതായിട്ടും അതേമാതിരി മൊത്തത്തില് നാടിനെ വിഷമിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ 100% വിജയം കൈവരിച്ചു എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്കറിയില്ല. 100% പോക്കറ്റ് തീർപ്പിക്കാനാണ് വേറെ രീതിയിലാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷെ വഴികളൊക്കെ നിലവിലുള്ളത് തൃക്കൂർ പഞ്ചായത്ത് ഭൂരിഭാഗം ഇങ്ങനെയാണ്. എന്തെങ്കിലും ആവശ്യപ്പെട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വട്ടം തിരിപ്പിക്കലാണ് അവിടുത്തെ പണിക്കാരൻ ജോലിക്കാരെ തിയറി. നമുക്ക് ആവശ്യം നമ്മളെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി കിട്ടണം തന്നെ. നമ്മൾക്ക് കിട്ടുന്ന പൈസ വർഷാപ്പിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അതാണ് നമ്മളെ മെയിൻ ആവശ്യം. അത്ര തന്നെ. ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ ഇവിടെ ഓടിക്കുന്ന ഞാൻ 4-5 വഴി കൂടെ പോണത് ഒക്കെ ഈ കയറ്റങ്ങളുള്ള വഴികളാണ്. അന്ന് എല്ലാ വഴിയും കുണ്ടും കുഴിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വാടക മേടിച്ച് അതും കൊണ്ട് വരെ നമ്മൾ മെക്കാനിക് പണിക്ക് കൊണ്ടു കൊടുക്കാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ കയറ്റങ്ങൾ കംപ്ലീറ്റും കുണ്ടും കുഴിയായിട്ടുള്ളത്. ഒരു വണ്ടി റിട്ടമെന്നാൽ നമുക്ക് സൈഡ് കിട്ടാൻ കൂടി സ്ഥലത്തെ വഴി കൂടെ നമ്മൾ പോണത് കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ്. ഒരു 5-6 വഴി ഞങ്ങൾക്ക് ലോക്കൽ സൈഡിൽ കൂടെ പോകാനുള്ള വഴികൾ ആ വഴികൾ കംപ്ലീറ്റ് കുണ്ടും കുഴിയായി എടുക്കുകയാണ്. അതുകൊണ്ട് അതൊന്ന് സഞ്ചാരമാക്കി തരാനുള്ള ഇത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. വേറെ ഒന്നും നമുക്ക് വേണം. വീതി കുറഞ്ഞ് തീർത്തും ശോചനീയമായ റൂട്ടുകളിലൂടെ സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും കടന്നു പോകുന്നത് അത്യന്തം അപകടകരമായാണ്. ഇരുചക്ര വാഹന യാത്ര പോലും ഇവിടെ അതീവ ദുഷ്കരം. മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങൾ പതിവായി കഴിഞ്ഞു. നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന പഞ്ചായത്ത് ഭരണസമിതി സാധാരണക്കാരുടെ യാത്രാ ദുരിതത്തെ അവഗണിക്കുന്നതിനെതിരെയാണ് ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധവും അഭിനന്ദന ട്രോളും. കല്ലൂർ ആലങ്ങാട് സെന്ററിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള 2 ബോർഡുകൾ, രണ്ടിലും വ്യത്യസ്ത അഭിനന്ദനങ്ങൾ. ഒന്ന്, പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ 100% പദ്ധതി വിഹിതം ചെലവഴിച്ചതിന് മികച്ച നേട്ടത്തിന്റെ പ്രഖ്യാപനവുമായി പഞ്ചായത്ത് വെച്ച ബോർഡാണത്. തൊട്ടപ്പുറത്ത് പഞ്ചായത്തിന്റെ ഈ നേട്ടമൊക്കെ പൊള്ളത്തരമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ സഹിതം ഓട്ടോ തൊഴിലാളികൾ സ്ഥാപിച്ച അഭിനന്ദനത്തിന്റെ മറ്റൊരു ബോർഡ്. വാദപ്രതിവാദങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന തങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് വേണം എന്നത് മാത്രമാണ് ആലങ്ങാടുള്ള ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, MCTV ന്യൂസ്, പുതുക്കാട്. വന്യജീവികൾ കാടിറങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാൻ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ചിമ്മിനി വനത്തിൽ വിത്തൂട്ട് പദ്ധതി നടപ്പാക്കി. വന്യജീവി സങ്കേതത്തിലെ കവല ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാരും വാച്ചർമാരും ചേർന്ന് 1500 വിത്തുണ്ടകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്ലാവ്, ആഞ്ഞിലി, ഞാവൽ, അശോകം, കരിമരുത് എന്നീ വിത്തുകളാണ് വിത്തുണ്ടകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വിത്തുണ്ടകൾ വനത്തിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PS ചിത്ര നിർവഹിച്ചു. ചിമ്മിനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ KM മുഹമ്മദ് റാഫി, കവല ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KA മുഹമ്മദ് ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ പഞ്ചായത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ തൃക്കൂർ സർവോദയ സ്കൂളിലും അനുമോദനം സംഘടിപ്പിച്ചു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപേടിക, മിനി ഡെന്നി, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ, അനു പനങ്കൂടൻ, കപിൽ രാജ്, സൈമൺ നമ്പാടൻ, മേരിക്കുട്ടി വർഗീസ്, മായ രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എങ്കിൽ പോലും അതിന്റെ അഭാവത്തിലും നമുക്ക് ഇത്രയും കുട്ടികൾ നമ്മുടെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. വളരെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രതീക്ഷകളായ കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പേരൻസിന്റെ ഒപ്പം തന്നെ പഞ്ചായത്തിന്റെയും പ്രതീക്ഷകളാണ് ഇവിടെയുള്ള ഓരോ കുട്ടികളും. നമുക്കറിയാം, നമ്മൾ എല്ലാ വർഷവും കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ ഈ അധ്യയന വർഷത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് കുട്ടികൾ ഫുൾ A+ വാങ്ങിയവര്. എങ്കിൽ പോലും വളരെ നല്ല മാർക്കോടുകൂടി പാസ്സായവരാണ് SLC +2 കുട്ടികൾ. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു എയിം ഉണ്ടായിരിക്കാം, അല്ലെ? ഒരു എയിമിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. ഞാൻ ഇന്ന ആളായി തീരണം. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഞാൻ നിങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. നമ്മുടെ തൃക്കൂർ പഞ്ചായത്തിന്റെ പരിധി
SSLCക്കും ഫുൾ A പ്ലസിനും പ്ലസ് ടുവിനും ഫുൾ A പ്ലസ് കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് തൃക്കൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. നമുക്കറിയാം, ഇവിടെ ഉദ്ഘാടന പ്രസംഗം പറഞ്ഞതുപോലെ ഈ A പ്ലസ് കിട്ടുന്നത് കുട്ടികൾക്ക് ചിലപ്പോ പല കാരണങ്ങളാൽ 9 A+ കിട്ടി, പല 1 A+ കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. അത് പൂർണ്ണമായിട്ടും പഠിക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കില്ല, കുടുംബത്തിലെ സാഹചര്യ പ്രശ്നങ്ങൾ, പട്ടണത്തിൽ കൂട്ട് അങ്ങനെയൊക്കെ പെട്ടുകൊണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഭാവികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ പുതിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടുമ്പോൾ ഇന്നത്തെ ലോകം നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയൊക്കെ പോണേന്ന്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ടുള്ള ജീവിതം എല്ലാം കൈകാര്യം ചെയ്ത് ഏറ്റവും നല്ല ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ഈ വർഷവും നമ്മുടെ വളരെ കുറവ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ കുറവാണ് ഈ വർഷത്തെ വിജയത്തിൽ നമുക്ക് വന്നിരിക്കണ ഇത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷേ ഇനി അടുത്ത വർഷത്തേക്ക് ആകുമ്പോൾ ഇതിലും കുറയാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മാർക്കിന്റെയും ഇതിന്റെയും ഒക്കെ വളരെ ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ രംഗത്തെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടായ അലൈവ് അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃക്കൂർ പഞ്ചായത്തിലെ SSLC +2 വിജയിച്ച വിദ്യാർത്ഥികൾക്കായി സൗജന്യ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ പീച്ചി റോഡിലെ ഇവിയു കോംപ്ലക്സിലെ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന അലൈവ് അക്കാദമിയുടെ 100% പ്ലേസ്മെന്റോടുകൂടിയ കോഴ്സുകളെക്കുറിച്ച് സെമിനാറിൽ വിശദീകരിച്ചു. ലോജിസ്റ്റിക്സ് രംഗത്തെ ജോലി സാധ്യതകളെക്കുറിച്ച് CG സതീന്ദ്രനും ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്തെ ജോലി ചെയ്ത സാധ്യതകളെക്കുറിച്ച് MR അർജുനും ക്ലാസുകൾ നയിച്ചു. അലൈവ് അക്കാദമിയുടെ അഡ്മിഷൻ ഹെഡ് ദിൽരാജ് കൊടപ്പള്ളി, UG ഡിപ്പാർട്ട്മെന്റ് HOD G ജ്യോതിക, സെന്റർ ഇൻചാർജ് സോഫി അനീഷ് എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് വിഭാഗങ്ങളിൽ 100% പ്ലേസ്മെന്റോടുകൂടി അലൈവ് അക്കാദമിയിൽ കോഴ്സുകളുണ്ട്. കുറഞ്ഞ ഫീസിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം. അത്യാധുനിക ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബുകളും ഹോസ്റ്റൽ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. 2025-2027 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അലൈവ് അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് SVM, ഫസ്റ്റ് ഫ്ലോർ, ഇവിയു കോംപ്ലക്സ്, പീച്ചി റോഡ്, തൃശൂർ. വിളിക്കേണ്ട നമ്പർ 94828186 അല്ലെങ്കിൽ 8943704115. തൃശൂർ ബീച്ച് റോഡാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു 10 വർഷമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ മെയിൻ മേജറായിട്ട് വരുന്ന കോഴ്സസ് ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ ആണ്. നമ്മളുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു അക്കാദമിയിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമ്മുടെ പ്ലേസ്മെന്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് പ്ലേസ്മെന്റ്സ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീസിന്റെ 50%, അതായത് 50 ബിഫോർ പ്ലേസ്മെന്റ്, അതായത് 50% ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കും. അതായത് കോഴ്സ് ഫീന്റെ 50% നിങ്ങൾ അടച്ചാൽ മതി. ബാക്കി 50% 50%, അതായത് ഹാഫ് പേയ്മെന്റ് നമ്മൾ ജോലി ആക്കിയിട്ട് നിങ്ങൾ സാലറി അടച്ചാൽ മതി. അടുത്തൊരു ഏരിയ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, +2 SSLC കഴിഞ്ഞ് ഗ്രാജുവേഷൻ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു മോഡലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഏതെല്ലാം നല്ല കോഴ്സുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് ഒരു കോഴ്സിനെ പറ്റി നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് സതീന്ദ്രൻ CG. ഞാൻ കഴിഞ്ഞ ബേസിക്കലി ഐ ആം എക്സ് സർവീസ് ഫ്രം ഇന്ത്യൻ ആർമി. അതിനുശേഷം കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണ്. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഓൾ ഇന്ത്യ ലോജിസ്റ്റിക്സിന്റെ ഹെഡാണ്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കുറച്ച് സമയമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വീട്ടിലോട്ട് പോകാൻ ഭയങ്കര ധൃതിയാണെന്ന് അറിയാം. മേഡം ഓരോ കോഴ്സ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലേക്ക് ആവശ്യമായി വരുന്ന ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു കോഴ്സിനെ പറ്റി, പ്രൊഫഷണൽ കോഴ്സ്
അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റിയാണ് ഞാൻ കുറച്ച് സമയം, വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നത്. അക്കാഡമിയിൽ മാത്രമല്ല വേറെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഇങ്ങനെ ബിസിനസ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഏവിയേഷൻ? എന്തെങ്കിലും ഐഡിയ? എന്താണ് ആ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്? എന്താണ് ആർക്കൊരു എനർജി ഒന്നും ഇല്ലാത്തത്? മഴയുണ്ടാണോ? എന്താണ് ഏവിയേഷൻ? ആ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം എന്ത് ഓർമ്മ വരുന്നു? ഇത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് വലിയൊരു എയർ ക്രാഷ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? അതാണ് നമുക്ക് ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വിമാനങ്ങളും എയർപോർട്ടും അതിന്റെ ഓപ്പറേഷൻസും ആണ് ആ ഒരു വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് അതിനുള്ളിലുള്ള ജോലി, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ജോലികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? ഞങ്ങളുടെ കോഴ്സസിനെ കുറിച്ച് സംസാരിക്കുവാനും വേദി ഒരുക്കി തന്ന തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, എസ്പെഷ്യലി പഞ്ചായത്ത് പ്രസിഡന്റിനും അതിന്റെ മെമ്പേഴ്സ്മാർക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾ നന്ദി പറഞ്ഞു. അതേപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ നമുക്ക് വരുന്ന 2 കോഴ്സിന്റെ കാര്യം പറഞ്ഞു. ഒന്ന് ഏവിയേഷൻ, 2 ലോജിസ്റ്റിക്സ്. അപ്പം ലോജിസ്റ്റിക്സ് 2 കോഴ്സസ് ആണ്. ഒന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ, 2 ഡിപ്ലോമ. സോ ഈ 2 കോഴ്സിനും ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 കോഴ്സിനും നമുക്ക് 50% ആണ് നമ്മൾ ഡ്യൂറിംഗ് ദ കോഴ്സ് നമ്മൾ ഫീസ് മേടിക്കുന്നത്. ഓക്കെ, ബാക്കി 50% നമ്മൾ പ്ലേസ്മെന്റ് ചെയ്തതിനു ശേഷം. ദാറ്റ്സ് എ ഗ്യാരണ്ടി. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിച്ചു. ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ മുൻ ശാസ്ത്രജ്ഞൻ MP രാജൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു. അങ്കണവാടികളിലേക്ക് ആവശ്യമായ ഫുഡ് സപ്ലിമെന്റ് ഉൽപ്പാദിപ്പിച്ചു നൽകുന്ന 5 സ്റ്റാർ അമൃതം ഫുഡ് സപ്ലിമെന്റ് സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. റിട്ടയർഡ് അധ്യാപകൻ KK ശിവരാമൻ, ജാൻസി ദേവസി, ട്രസ്റ്റ് സെക്രട്ടറി ഷാജു കാവുങ്ങൽ, കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ശാലിനി ജോയ്, TR ഔസേപ്പുകുട്ടി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുനിത ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ 10-50 വർഷത്തെ ആമ്പലൂർ NSS കരയോഗം സുവർണ ജൂബിലി ആഘോഷം NSS ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ ചെയർമാൻ D ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മന്ത്രി K രാജൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ, നന്ദൻ പറമ്പത്ത്, C മുരളി, G കലാസാഗരൻ, സജീവ് കരിപ്പേരി, ജയശ്രീ അജയൻ, N മുരളീധരൻ, P രതീഷ്, ശോഭന കണ്ണൻ, P ഗിരിജാവല്ലഭൻ, അഭിനവ് വിനോദ്, N രവീന്ദ്രനാഥ് എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകമായുള്ള തിരക്കുകൾ നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളത് സംസാരിച്ച് പോകാനാണ് അങ്ങനെ കിട്ടിയ അനുവാദത്തിൽ ദീർഘമായിട്ട് സംസാരിച്ച് ഔപചാരികമായി നടക്കുന്ന ചടങ്ങുകൾ കേരളത്തിൽ പലതും വിശദീകരിക്കുന്നത് NSSന്റെ സമുചിതമായിട്ടുള്ള പാരമ്പര്യവും ഇതിന്റെ പൈതൃകവും ഞാൻ പറഞ്ഞ മാത്രമല്ല തുടർന്ന് സംസാരിക്കുന്നവരെല്ലാം തോന്നി മരണത്തിന്റെ കാലം മുതലുള്ള ഈ നാടിന്റെ മാറ്റങ്ങളെ സംബന്ധിച്ചും NSSന്റെ ഇടപെടലുകളെ സംബന്ധിച്ചുമൊക്കെ എന്നോട് സംസാരിക്കും. ആചാര്യനായിട്ടുള്ള മുന്നോട്ട് ആ ഘട്ടത്തിൽ പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത മഹാരഥന്മാരായിട്ടുള്ള യോഗത്തിന്റെ നേതാക്കളെ കുറിച്ച്, യോഗത്തിന്റെ നേതാക്കളെ കുറിച്ച്, അതിന്റെ പുസ്തകത്തെ കുറിച്ച് ഉൾപ്പെടെ നിങ്ങളോട് വളരെ ആശംസകൾ അർപ്പിച്ച് ഈ വേദി നമുക്ക് സംസാരിക്കുന്ന ശ്രീമതി ജയശ്രീ അജയ്, മുകുന്ദപുരം താലൂക്ക് യൂണിയൻ വനിതാ യൂണിയൻ പ്രസിഡന്റ്, K ഗോപാലകൃഷ്ണൻ, കരയോഗം മുൻ പ്രസിഡന്റ്, മുരളീധരൻ, കേരള പ്രവാസി സംഘം വരന്തരപ്പള്ളി മേഖലാ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം K പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് മുജീബ് അരിപ്പുറം പതാക ഉയർത്തി. ജോഷി മഞ്ഞളി, സന്തോഷ് തണ്ടാശ്ശേരി, സുബ്രൻ എടശ്ശേരി, ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു. ആർട്ടിസ്റ്റ് ഡേവിസ്, മോഹനൻ മുളയ്ക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
കൊടാലി ഫാസ്റ്റ് പാടി സംഘടന ചാലക്കുടി ലൈഫ് കെയർ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ ഹൃദ്രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടാലി ഫാസ്റ്റ് പാടി സംഘടന ചാലക്കുടി ലൈഫ് കെയർ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ ഹൃദ്രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടാലി SN സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഡോക്ടർ തോമസ് ജോൺ പാലിയിൽ ഉദ്ഘാടനം ചെയ്തു. ഫാസ്റ്റ് പ്രസിഡന്റ് TK ലാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി IR അരവിന്ദാക്ഷൻ, ട്രഷറർ T ബാലകൃഷ്ണ മേനോൻ, VK കാസിം, ബാബു അരിക്കാട്ട്, TA ഉണ്ണികൃഷ്ണൻ, ശിവൻ തണ്ടാശ്ശേരി, സീത കുമാരൻ, ഷാജി കുണ്ടിൽ, ഷീല രാജൻ, ഷൈജ ഹുസൈൻ, ജയൻ കാട്ടിക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. 49 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ നിന്നും 24 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തിയ 164ാമത് ക്യാമ്പിന് ഡോക്ടർ MN അഞ്ജു, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുംബൈയിൽ പിടിയിലായ യുവതിയെ നാട്ടിലെത്തിച്ചു. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയ ജോസിനെയാണ് ഞായറാഴ്ച പുലർച്ചെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കൊടുങ്ങല്ലൂർ DYSP VK രാജുവിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനം ഇറങ്ങിയപ്പോഴാണ് ലിവിയ ജോസ് പിടിയിലാകുന്നത്. തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ശേഷം കൊടുങ്ങല്ലൂരിൽ എത്തിക്കുകയായിരുന്നു. നിലവിൽ ലിവിയയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കാനുള്ള കാരണം, മറ്റാരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ലിവിയ. വ്യാജ ലഹരി കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് ലിവിയ ദുബായിലേക്ക് കടക്കുകയായിരുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വ്യാജ LSD സ്റ്റാമ്പ് വച്ചത് ലിവിയ ജോസ് ആണെന്ന് കേസിൽ അറസ്റ്റിലായ 1ാം പ്രതി നാരായണദാസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ലിവിയയെ പ്രതി ചേർത്തത്. നാരായണദാസും ലിവിയയും സുഹൃത്തുക്കളായിരുന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേരുണ്ട്. ഇതിനിടെയാണ് ലിവിയ ദുബായിലേക്ക് കടന്നത്. 2023 ഫെബ്രുവരി 27 ലഹരി മരുന്ന് കൈവശം വച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഫോൺ കോളിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വ്യാജ LSD സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ 72 ദിവസമാണ് ഷീല സണ്ണി അറസ്റ്റിൽ കഴിഞ്ഞത്. അളഗപ്പ നഗർ പഞ്ചായത്ത് 5ാം വാർഡിലെ ചേന്നംകുളത്തിന്റെ വശം ഇടിഞ്ഞു. ഞായറാഴ്ച രാവിലെയാണ് കുളത്തിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയടക്കം ഇടിഞ്ഞു വീണത്. മഴ ശക്തമായാൽ സമീപത്തെ വീടിനും മണ്ണിടിച്ചിൽ ഭീഷണിയാകും. കുളത്തിന്റെ ഭാഗം ഞായറാഴ്ച പകലും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻപ് പലതവണ പരാതി നൽകിയെങ്കിലും വശം കെട്ടി സംരക്ഷിക്കാൻ നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9320 രൂപ, പവന് 74,560 രൂപ. റിട്ടയർഡ് അധ്യാപകൻ പറപ്പുകര രാപ്പാൾ വേലപ്പറമ്പിൽ ശിവരാമൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ പരേതയായ വിജയകുമാരി, ഷൈജു, ഷീജ എന്നിവർ മക്കളും, പ്രവീണ, സോണി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് മലയോരത്തെ ചൊക്കന, നായാട്ടുകുണ്ട് ഗ്രാമങ്ങളിലും കാരിക്കടവ് ആദിവാസി നഗറിലുമുള്ള കുടുംബങ്ങൾ കഴിഞ്ഞ രാത്രി ഇരുട്ടിലായി. കല്ലൂർ ആലങ്ങാട് പ്രദേശത്തെ ചെറു റോഡുകൾ സഞ്ചരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലായതിനാൽ പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാർ രംഗത്ത്. തൃക്കൂർ പഞ്ചായത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ തൃക്കൂർ സർവോദയ സ്കൂളിനും അനുമോദനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിച്ചു. ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ മുൻ ശാസ്ത്രജ്ഞൻ MP രാജൻ ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ NSS കരയോഗം സുവർണ ജൂബിലി ആഘോഷം NSS ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.